guys, welcome to our channel. ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും എടുക്കുന്ന നോർമൽ ആയിട്ട് എടുക്കുന്ന ബി-റോൾസ് ഒന്നും ഡിഫറെന്റ് ആയിട്ട് ഒരു ക്ലയന്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ബി-റോൾ നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാനാണ്. അതായത് ഫ്രം ദി ഫസ്റ്റ് പോയിന്റ് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഐഡിയാസ് എടുത്ത് ആ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ഫൈനൽ ഔട്ട് വരെയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി ആൻഡ് ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നമ്മൾ ഏതൊരു ക്ലയൻറ്റായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് വർക്ക്. അൺലെസ് ആൻഡ് അൺടിൽ നമ്മുടെ കയ്യിൽ ഒരു ക്വാളിറ്റി വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നിങ്ങൾ നോക്കേണ്ടത് ഇതുവരെ നിങ്ങൾ എടുത്തിരിക്കുന്ന ബി-റോൾസോ സിനിമാറ്റിക് വീഡിയോസോ നിങ്ങൾ നോക്കിയിട്ട് അതിലേതെങ്കിലും ഒരെണ്ണം നമുക്കൊരു ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പലതരത്തിൽ ബി-റോൾ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർമലി എടുക്കുന്ന ഒരു ബി-റോൾ പോലെയല്ല. നമ്മളൊരു ക്ലയൻറ്റ് വർക്കിനുള്ള ബി-റോൾ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വർക്കിനുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫോർമുലയാണ് അതിന് വരുന്നത്. സോ നമുക്ക് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പ്രൊസീജിയറിലോട്ട് പോകാം. സോ നമുക്കിപ്പോൾ ക്ലയൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ടൈപ്പ് ബി-റോളാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് ബി-റോളാണ് നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളത് നന്നായിട്ടൊന്ന് ഇൻസ്പെക്ട് ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി എ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. നിങ്ങൾ ഇനി വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്, നമ്മൾ എന്തിൻ്റെ വീഡിയോ ആണോ നമ്മൾ എടുക്കാൻ പോകുന്നത് അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് മോസയുടെ നാനോ SE എന്ന് പറയുന്ന ഒരു ഗിംബലാണ്. അപ്പോൾ നമ്മളത് നോക്കുന്നത് നമ്മൾ ആ ബോക്സ് നമ്മളൊന്ന് ഇൻസ്പെക്ട് ചെയ്തു, പ്രോഡക്റ്റ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു. ആൻഡ് നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാം. നമ്മൾ നോർമലി എടുക്കുന്ന ബി-റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷോട്ടുകളും കുറച്ച് മ്യൂസിക്കും കുറച്ച് എഫക്ട്സും കൊടുത്തിട്ട് നമ്മൾ ബി-റോൾസ് ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു ക്ലയൻറ്റിന് ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് എത്തിക്കാൻ പറ്റുന്ന വീഡിയോസാണ്. ആൻഡ് ഒരു കസ്റ്റമറിന് വേണ്ടത് നമ്മൾ ചെയ്യുന്ന ബി-റോൾ 30 സെക്കൻഡ് ആണെങ്കിൽ ആ 30 സെക്കൻഡ്സിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ലുക്സ്, അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, അതിൻ്റെ ഡിസൈൻ, ഇതെല്ലാം നമുക്ക് ആ ഒരു 30 സെക്കൻഡ്സിനകത്ത് നമുക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റണം. സോ അതാണ് നമ്മൾ നോർമലി എടുക്കുന്നൊരു ബി-റോളും നമ്മളൊരു ക്ലയൻറ്റിന് കൊടുക്കുന്ന ബി-റോളും തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻറ്റ്. നമുക്ക് ആ ഒരു ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഫീച്ചേഴ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നമ്മൾ ചെയ്യുന്ന ആ ഒരു 30 സെക്കൻഡ് വീഡിയോയിൽ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ഈ ഫീച്ചേഴ്സ് നമ്മൾ നമ്മുടെ ഓഡിയൻസിലോട്ട് ഡെലിവർ ചെയ്യണം. സോ അതാണ് പോയിന്റ്. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. നമ്മളൊരു ക്ലയൻറ്റിന് നമ്മളൊരു വർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ വർക്ക് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഫ്രീ ആയിരിക്കും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന മ്യൂസിക്കിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇരിക്കുന്നത്. ആൻഡ് മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം നമ്മുടെ ബീറ്റിനനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഷോട്ടുകൾ പ്ലാൻ ചെയ്യുന്നത്. ബീറ്റുകൾ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി ആ ഒരു മ്യൂസിക് പോർഷൻ നിങ്ങൾ കുറച്ച് തവണ നിങ്ങൾ കേട്ട് നോക്കുക. സോ മ്യൂസിക് നമ്മൾ ഒരു 4-5 വട്ടം കേൾക്കുക. ഒരു 5ാമത്തെ വട്ടം നിങ്ങൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളൊരു പെൻ എടുക്കുക, ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ആ മ്യൂസിക് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബീറ്റുകൾ വരുമ്പോൾ നമ്മൾ പേപ്പറിൽ ഒരു വലിയ ലൈനും ചെറിയ മൾട്ടിപ്പിൾ ബീറ്റുകൾ വരുമ്പോൾ ചെറിയ ചെറിയ ലൈൻസും നമ്മൾ നമ്മുടെ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പറിനകത്ത് ഒരുപാട് ലൈൻസ് ഉണ്ട്. കുറേ വലിയ ലൈൻസ് ഉണ്ട്, കുറേ ചെറിയ ലൈൻസ് ഉണ്ട്. ആൻഡ് ഇത് ഡിപ്പിക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ ലൈൻസിലായിരിക്കണം നമ്മുടെ ബി-റോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോട്ടുകൾ കൊണ്ടുവരേണ്ടത്. സോ പിന്നെ നമ്മളൊന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചെറിയ ഷോട്ടുകൾ കാണാം, അല്ലെ ചെറിയ ലൈനുകൾ കാണാം. അപ്പോൾ ഈ ചെറിയ ലൈനുകൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷോട്ടുകൾ കാണിക്കാൻ, അതല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്ലോസപ്സ്, ചെറിയ ഫീച്ചേഴ്സ്, ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ട് നമുക്ക് ഈ ചെറിയ ബീറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോട്ടുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്യാം. സോ ഷോട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ആ എടുത്തിരിക്കുന്ന അത്രയും ഷോട്ടുകൾ നമുക്ക് വേണം, പ്ലസ് ഒരു 5 ഷോട്ട് നിങ്ങൾ എക്സ്ട്രാ എടുത്ത് വയ്ക്കുക. കാരണം ബൈ ചാൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ഷോട്ടുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ എടുത്തിരിക്കുന്ന ഷോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റപ്പാണ്. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിനകത്ത് നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മൾ ഈ ഒരു ബി-റോൾ ഷൂട്ട് ചെയ്യാനുള്ള ഈ ഒരു സെറ്റ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ബെഡ്റൂമിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്പേസിൽ നിങ്ങൾക്കും സെറ്റ് ചെയ്യാം.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ലൈറ്റിംഗ് ആണ്. കാരണം നമുക്ക് തീരെ ലൈറ്റിങ്ങും മോശമായിട്ടില്ല, അതല്ലെങ്കിൽ തീരെ ലൈറ്റിംഗ് ഇല്ലാത്തൊരു ടൈപ്പ് ബി-റോളും ഒരു ക്ലയൻറ്റിനും വേണ്ട. കാരണം ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ പ്രൊഡക്റ്റ് പ്രോപ്പർലി വിസിബിൾ ആവുന്ന രീതിയിലുള്ള ലൈറ്റെങ്കിലും നമുക്ക് നമ്മുടെ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വരണം. സോ അതാണ് നമ്മുടെ സെറ്റപ്പ്. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ സെറ്റിംഗ്സ് ആണ്. സോ അതാണ് ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ സെറ്റിംഗ്സ് പ്രോപ്പർ ആയിരിക്കണം. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോസ് ചെയ്യാം. നമ്മുടെ പാർട്ട് 2-ൽ ഞാൻ മെയിനായിട്ട് ക്യാമറ സെറ്റിങ്സിനെ പറ്റിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഷോട്ടുകൾ, നമ്മുടെ ഐഡിയാസ് കൊണ്ടുവരുന്നതെന്നും ആ ഐഡിയാസ് നമ്മൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പാർട്ട് 2-ൽ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് കമൻറ്റ് ബോക്സ് അവിടെ ഓപ്പൺ ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് പറയാം. കാരണം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോസും പെർഫെക്റ്റ് അല്ല, ആര് ചെയ്യുന്ന വീഡിയോസും പെർഫെക്റ്റ് അല്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് പറയാം. എങ്ങനെയാണ് എനിക്കൊരു വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സജഷൻസ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നാൽ നമ്മുടെ പാർട്ട് 2 എനിക്ക് ഒന്നും കൂടി നന്നാക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി പാർട്ട് 2-ൽ കാണാം. ബൈ ബൈ, പീസ്.